ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യജാലത്തിലേക്ക് സ്വാഗതം. ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്ന രോഗാവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിചിന്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റിസ് എന്ന രോഗാവസ്ഥയും ബാക്കിയുള്ള ഹോർമോൺ ഇംബാലൻസും കൊണ്ടുണ്ടാവുന്ന മറ്റുള്ള രോഗങ്ങളും തമ്മിലുള്ള ബന്ധം ഇത് എത്രത്തോളം നമ്മെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ആരോഗ്യജാലത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇതിന് നമ്മളോടൊപ്പം ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റ് ആയ ഡോക്ടർ ബോബി കെ മാത്യു ആണ്. ആരോഗ്യജാലത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 40% ഇന്ത്യക്കാരും ഡയബറ്റിക് പേഷ്യൻസ് ആണെന്ന് പറയപ്പെടുന്നു കണക്കുകൾ. 30% പേഷ്യൻസ് ഡയബറ്റിക് പ്രോൺ ആണെന്നും പറയപ്പെടുന്നുണ്ട്. സർ, എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഒരു ഡയബറ്റിക് ക്യാപിറ്റലായി ഇന്ത്യയെ അറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ പേഷ്യൻസ് കൂടുതലായും ഇവിടെ ഉണ്ടാകുന്നത്? എപ്പോഴും മനസ്സിലാക്കേണ്ട, ഇന്ത്യയും ചൈനയാണ് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. നമുക്കെല്ലാം ലോകത്തിൽ അറിയപ്പെടുന്ന 196 കൺട്രീസ് ഉണ്ട്. അതിൽ 5 ഡയബറ്റിക് പേഷ്യൻ്റ് റോഡിൽ കൂടെ നമ്മൾ കൗണ്ട് ചെയ്താൽ ഒന്നൊരു ഇന്ത്യക്കാരനോ രണ്ടാമതൊരു ചൈനക്കാരനോ ആയിരിക്കും. അപ്പോൾ ഇന്ത്യൻസിനും ചൈനീസിനും അല്ല ലോകത്തിൽ ഏറ്റവും കൂടുതൽ വണ്ണം. പക്ഷേ ജനറ്റിക്കലി ഏഷ്യൻസ്, എസ്പെഷ്യലി ഇന്ത്യൻസിനും ചൈനീസിനും ജനറ്റിക്കലി തന്നെ നമുക്ക് പാൻക്രിയാസിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയാനും ഇൻസുലിൻ റെസിസ്റ്റൻസിന് ചാൻസ് ഉണ്ട്. ഒരു ആവറേജ് ഒരു വ്യക്തിക്ക് 20-60 വയസ്സിനിടയ്ക്കുള്ള ഒരു മലയാളിയോ ഇന്ത്യക്കാരനോ എടുത്താൽ നമ്മുടെ റോഡിൽ കൂടെ പോകുന്നതിൽ 10-ൽ 3 പേർക്ക് ഡയബറ്റിസോ അതിൻ്റെ ആരംഭ ദശയിലുള്ള പ്രീ ഡയബറ്റിസോ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡയബറ്റിസ് വരാനുള്ള കാര്യം? അമിതവണ്ണം കൊണ്ട് വരാം, പുകവലി മദ്യപാനം കൊണ്ടുവരാം, അമിതമായ ടെൻഷൻ കൊണ്ടുവരാം, മാറിയ ജീവിത സാഹചര്യം കൊണ്ടുവരാം, വ്യായാമക്കുറവ് കൊണ്ടുവരാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടർ ഇന്ത്യൻ അല്ലെ ചൈനീസ്, ഏഷ്യനായിട്ട് ജനിച്ചതോ 2 അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റിസ് ഉള്ളതോ. അപ്പനോ അമ്മ നമ്മുടെ ഒരു പേരൻറ്റ് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിസ് വരാൻ ചാൻസ് 50%. അച്ഛൻ അമ്മ 2 പേർക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാൻസ് 90%. അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഒരാൾക്കുണ്ടെങ്കിൽ 99%. അതിന് പല സ്ത്രീകളും പറയും കുടുംബത്തിൽ ഷുഗർ ഉണ്ടോ, 25 വയസ്സിലില്ല, പ്രസവത്തിൽ 6 മാസം ഗ്ലൂക്കോസ് കഴിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ഉണ്ടെന്ന് അറിയുന്നു. അതിൻ്റെ പേരാണ് ഗ്ലൂക്കോസ് ടോളറൻസ്. പ്രസവത്തിൽ ഇപ്പം നമുക്കറിയേണ്ടത് ഗർഭസ്ഥാവസ്ഥയിൽ 10-ൽ 2 സ്ത്രീകൾക്ക് വരെ ഡയബറ്റിസ് ഉണ്ട്. അതാണ് ജസ്റ്റേഷൻ ഡയബറ്റിസ്. റാൻഡം ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കും, പക്ഷേ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ഹൈ ആയിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് ഒറ്റ ചികിത്സയുള്ളൂ, ഇൻസുലിൻ മാത്രം. രണ്ടാമത് ഡയബറ്റീസ് എടുക്കുന്ന മെറ്റ്ഫോമിൻ്റെ മരുന്ന് ഒരു പരിധി വരെ പ്രഗ്നൻസിയിൽ എടുക്കാം. കാരണം പ്രഗ്നൻസി കഴിഞ്ഞ് മുലയൂട്ടലും കഴിഞ്ഞിട്ട് ഇവർക്ക് ഓറൽ ഡയബറ്റിക് ഡ്രഗ് കഴിക്കാൻ പറ്റും. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഡയബറ്റീസ് 2 ടൈപ്പാണ്, ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ പണ്ട് വരുന്നു. 10% ടൈപ്പ് 1 മുതിർന്നവരിലും കാണാം. പാൻക്രിയാസിലെ ബീറ്റാസിൽ ആൻറ്റിബോഡി കാരണം നശിച്ചു പോകുന്നു. ഇവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ മാത്രമാണ് ട്രീറ്റ്മെൻറ്റ്. 25 വയസ്സ് കഴിഞ്ഞ് നമ്മളെ കാണപ്പെടുന്നതിൽ 90% പേർക്ക് കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇവർക്കാണ് ഫസ്റ്റ് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് ലോസ്, പിന്നെ മരുന്നുകൾ. 10 മുതൽ 20 വർഷം വരെ ഇപ്പം മരുന്നുകൾ വർക്ക് ചെയ്യുന്ന 3 മുതൽ 4 മരുന്നുകൾ വർക്ക് ചെയ്യാതാവുമ്പോൾ ഇൻസുലിൻ ആഡ് ചെയ്യുക. ഇപ്പോഴും നമ്മുടെ ആൾക്കാർ പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ഡോക്ടർ ഇൻസുലിൻ ആദ്യമേ എടുക്കട്ടെ, ഇൻസുലിൻ അല്ലേ ബെസ്റ്റ്, മരുന്നെല്ലാം കഴിച്ചാൽ കിഡ്നി പോകത്തില്ല. ഒരിക്കലുമില്ല. ഇപ്പോഴത്തെ മരുന്നുകൾ കിഡ്നി വഴി എക്സ്ക്രീറ്റ് ചെയ്യാത്ത മരുന്നുകളാണുള്ളത്. പക്ഷേ ക്രിയാറ്റിൻ കൂടിയാൽ അതിൻ്റെ ലെവലായിട്ട് മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുക. സപ്പോസ് ക്രിയാറ്റിൻ നമ്മളെ സംബന്ധിച്ച് 1.5 ഒരാണിനും 1.4 ഫീമെയിലിനും കഴിഞ്ഞു, അല്ലെ GFR 45 കഴിഞ്ഞാൽ മെറ്റ്ഫോമിൻ്റെ ഡോസ് 50% ആയിട്ട് കുറയ്ക്കുക. കിഡ്നി വഴി പോകാത്ത ഗ്ലിപ്റ്റിൻ, അതാണ് ലിനാഗ്ലിപ്റ്റിൻ, ഇപ്പോഴത്തെ പുതിയ ഫോർസിക, SGLT2 മരുന്നുകൾ, അതേപോലെ ഒരു പരിധി വരെ ജനൂവിയുടെ ഗ്രൂപ്പ് പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കാം. അത് കഴിച്ചിട്ടും കൺട്രോൾ ഇട്ടിട്ട് മാത്രം ഇൻസുലിൻ എടുത്താൽ മതി. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് നാളെ വരെ ഷുഗർ കൂടി മരിച്ചിട്ടില്ല. പല പേഷ്യൻറ്റും പറയും ഡോക്ടർ ഷുഗറിന് ചികിത്സ എടുക്കുന്നുണ്ട്, ഷുഗർ 100, പക്ഷേ അറ്റാക്ക് വന്നത് എങ്ങനെയാണ്? അപ്പോൾ മനസ്സിലാക്കേണ്ടത് 90% ഡയബറ്റിക് പേഷ്യൻറ്റ് മരിക്കുന്നത് ഹാർട്ട് അറ്റാക്കോ കിഡ്നി ഫെയിലറോ വന്നാൽ. ഒരു വ്യക്തിക്ക് ഷുഗർ 500 ഉണ്ട്, എന്ത് സംഭവിക്കാം? അമിതമായി ദാഹിക്കാം, അമിതമായി യൂറിനേറ്റ് ചെയ്യാം, വായിക്ക് ചിലവ് സ്മെല്ല് വരാം, പെട്ടെന്ന് ശരീരം ക്ഷീണിക്കാം, ഒരു കാലിന് മുറിവുണ്ടെങ്കിൽ പഴുക്കാം. പലരും ഷുഗർ അറിയുന്നങ്ങനെ ഭയങ്കര ദാഹം ഡോക്ടറെ, പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ചു, കാലിന് മുറിവുണ്ട്, അങ്ങ് പഴുത്തു പോയി ഡോക്ടറെ, അല്ലെങ്കിൽ ലിംഗത്തിന് അവിടെ ചൊറിഞ്ഞു പൊട്ടുന്നു, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കാൻ പോയപ്പം ബ്ലഡ് ക്യാമ്പിൽ പോയി ഷുഗർ ചെക്ക് ചെയ്തു. അപ്പോൾ ഷുഗറിൻ്റെ ലക്ഷണങ്ങളിൽ ഇൻസുലിൻ എടുത്ത് ഷുഗർ നോർമൽ ആയാലും ഇവർക്ക് അറ്റാക്ക് വരാം. കാരണം ഷുഗർ പേഷ്യൻ്റ് 10-ൽ 9 പേർക്കും ഷുഗറിൻ്റെ 3 മാസത്തെ ആവറേജ് HbA1c 6.5 കൂടുമ്പോൾ തന്നെ ചീത്ത കൊളസ്ട്രോൾ LDL 70 കിടക്കും, BP 140-90 കൂടും. ഇപ്പോഴും നമ്മുടെ മലയാളികൾ പലപ്പോഴും വിശ്വസിക്കുന്നത് എന്താ? ബീഫും മട്ടനും കഴിച്ചിട്ട് കൊളസ്ട്രോൾ വന്നു. ഇപ്പോഴത്തെ US ഡയറ്റ് റെക്കമെൻഡേഷൻ കാണിക്കുന്ന 10% കൊളസ്ട്രോൾ മാത്രമേ ഫുഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, 85
50% കൊളസ്ട്രോൾ ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് ചിലപ്പോൾ 3 നേരം ബീഫും മട്ടനും കഴിക്കുന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ കൊളസ്ട്രോൾ നോർമല, 3 നേരം പച്ചക്കറി മാത്രം കഴിച്ച് യോഗയും ചെയ്ത് എക്സസൈസ് ചെയ്യുന്ന ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതാണ്. ഈ പ്രാവശ്യം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച തന്നെ ശബരിമല പോയതിൽ 16 പേര് അറ്റാക്ക് വന്ന് മരിച്ചു. നമ്മൾ തന്നെ മിനിങ്ങാന്ന് പദ്ധതി കാണും, 42 വയസ്സുള്ള ചെറുപ്പക്കാർ 2 കുട്ടികളെ കൊണ്ട് ശബരിമല പോയി കുട്ടികളുടെ മുമ്പ് വെച്ച് കുഴഞ്ഞു വീണു. എറണാകുളത്തുണ്ട് അറ്റാക്ക് വന്ന് മരിച്ചു. മലയ്ക്ക് പോകുന്നവരെല്ലാം 1 മാസം വ്രതവും നോക്കി വെജിറ്റേറിയൻ ടോട്ടലി കഴിച്ചിട്ട് വ്രതവും പച്ചവെള്ളം മാത്രം കുടിച്ച് യോഗയും ചെയ്തിട്ടാണ് പോകുന്നത്. എന്നിട്ടും അറ്റാക്ക് വരുന്നു. കാരണം ലിവർ പ്രൊഡ്യൂസസ് മോർ ഓഫ് ബാഡ് കൊളസ്ട്രോൾ. എപ്പോഴും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ്. ഇന്ന് നമുക്കൊരു വ്യക്തിക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് ഉണ്ട്. അയാൾ പറയുന്നു, ഡോക്ടറെ മിനിങ്ങാന്ന് ചെക്കിയപ്പോൾ 120, വേറൊരു ലാബിൽ 2 ആഴ്ച മുമ്പ് ചെക്കിയപ്പോൾ 140. അപ്പോൾ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം. അതിനിപ്പോൾ 3 മാസത്തെ ആവറേജ് ഉണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരാണ് HbA1c. സോ HbA1c ചെക്ക് ചെയ്യാൻ ഫാസ്റ്റിംഗ് ഒന്നും വേണ്ട. ഉച്ചയ്ക്ക് ചെക്ക് ചെയ്യാം, രാത്രി ചെക്ക് ചെയ്യാം, മദ്യം കഴിച്ചിട്ട് ചെക്ക് ചെയ്യാം, പുക വലിച്ചിട്ട് ചെക്ക് ചെയ്യാം, എപ്പോൾ വേണേൽ ചെക്ക് ചെയ്യാം. ഇത് കേൾക്കുന്ന ഒരു പ്രേക്ഷകന് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ അറിയണോ, ലാബിൽ പോയി സിംഗിൾ ടെസ്റ്റ് ചെയ്യുക HbA1c. അത് 6.5 കൂടുതലാണെങ്കിൽ ഡയബറ്റീസ് ഉണ്ട്. 5.7 to 6.4 ആണെങ്കിൽ ഡയബറ്റീസിൻ്റെ ആരംഭദശയിലുള്ള പ്രീ ഡയബറ്റീസ് ആണുള്ളത്. HbA1c 6.5 കഴിയുമ്പോഴേ BP നോക്കുക. 90% പേർക്കും BP 130-80 കൂടും. 90% പേർക്കും ചീത്ത കൊളസ്ട്രോൾ LDL 70 കിടക്കും. നോർമൽ വ്യക്തിക്ക് ചീത്ത കൊളസ്ട്രോൾ 100 താഴണം, പ്രമേയ രോഗിക്ക് 70 താഴണം. അതാണ് ഇപ്പോൾ അമേരിക്കൻ ഗൈഡ് ലൈൻസ് പറഞ്ഞത് A, B and C ഓഫ് ഡയബറ്റീസ്. കീപ് യുവർ HbA1c ലെസ് ദാൻ 6.5. BP അപ്പം തന്നെ 130-80 താഴെയാക്കുക. ചീത്ത കൊളസ്ട്രോൾ സ്റ്റാറ്റിൻ കൂടി കഴിച്ച് 70 താഴെയാക്കുക. വർഷത്തിലൊരിക്കൽ കണ്ണ് ചെക്ക് ചെയ്യുക. അതിൻ്റെ പേരാണ് ഡയബറ്റിക് ഐ ചെക്കപ്പ്. പല ആൾക്കാർക്കും പ്രമേയത്തിന് കണ്ണിനെ ബാധിച്ചു. ഡോക്ടറെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, ലൈസൻസിന് വേണ്ടി 2 ആഴ്ച മുമ്പ് ചെക്ക് ചെയ്തു. ലൈസൻസിന് വേണ്ടി കണ്ണിൻ്റെ പവറാണ് നോക്കുന്നത്. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, വെള്ളെഴുത്ത്. ഡയബറ്റിക് കണ്ണിനെ ബാധിക്കുന്ന റെറ്റിന വഴിയാണ്. അതിൻ്റെ കൂടെ കണ്ണിന് തിമിരം ബാധിക്കാം, കണ്ണിൻ്റെ പ്രഷർ ചേഞ്ച് ചെയ്യാം. അതാണ് ഗ്ലോക്കോമ. അപ്പോൾ കണ്ണിനെ ബാധിക്കുന്നവരെ പ്രമേഹം പാദത്തിനെ ബാധിക്കാം. അതിൻ്റെ പേരാണ് ന്യൂറോപ്പതി. ചിലർ പറയും ഭയങ്കര പെരുപ്പ് തെറിപ്പാണ് ഡോക്ടറെ. പിന്നെ ചിലർ പറയും ഡോക്ടറെ പണ്ട് ഭയങ്കര പെരുപ്പും തെറിപ്പ്, ഇപ്പോൾ പുകച്ചില്ല, ഇപ്പോൾ ചെരുപ്പിടുമ്പോൾ അങ്ങോട്ട് അറിയുന്നില്ല, കാല് ചെരുപ്പ് ഊരിപ്പോവാന്ന് പറയും. ചിലർ പറയും ഡോക്ടറെ മുറിവ് വന്നു, അറിഞ്ഞില്ല ഡോക്ടറെ, ചപ്പൽ ഊരിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ ഒരു ആണി കയറിയിരിക്കുന്നു. അതാണ് ന്യൂറോപ്പതി ഫീറ്റ്. ആദ്യം പെയിൻഫുൾ ഫീറ്റാ, പിന്നെ പെയിൻഫുൾ പെയിൻലെസ്, പിന്നെ സെൻസേഷനേ ഇല്ല. അപ്പം ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നറിയാം. നമ്മളൊരു മെഷീൻ വെച്ച് കാലിൻ്റെ വൈബ്രേഷൻ നോക്കും. അതാണ് ബയോസ്തിഷ്യോമീറ്റർ. അത് വെച്ചിട്ട് 25 വോൾട്ടിൽ താഴെയാണെങ്കിൽ കാലിൻ്റെ സെൻസേഷൻ നോർമൽ, 25 വോൾട്ടിൽ കൂടുതലാണെങ്കിൽ ന്യൂറോപ്പതി ആരംഭിച്ചു. കിഡ്നിയുടെ പ്രവർത്തനമോ, പണ്ട് നമ്മൾ കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ടോ, മൂത്രം പോകുന്നില്ലെങ്കിൽ കിഡ്നി, ഇപ്പോൾ ഒരിക്കലുമില്ല. ഡയബറ്റിക് നെഫ്രോപ്പതിക്ക് മൂത്രം വേണ്ടതിനും കൂടുതൽ പോകും, പക്ഷേ ക്രിയാറ്റിൻ കൂടും. ക്രിയാറ്റിൻ കൂടുന്നതിന് മുമ്പേ മൂത്രത്തിലെ പ്രോട്ടീൻ കൂടും. അതിൻ്റെ പേരാണ് മൈക്രോ ആൽബുമിൻ. സോ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എല്ലാം ഇപ്പോൾ ഡയബറ്റീസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാവർക്കും ബൈ ഹാർട്ടാണ്. ആൾക്കാരെല്ലാം ഇൻ്റർനെറ്റ് വായിച്ചും ആരോഗ്യമാസം ഇൻ്റർവ്യൂ ഒക്കെ വായിച്ച് ബൈ ഹാർട്ട്. പക്ഷേ 3 കാര്യങ്ങൾ എപ്പോഴും ഡയബറ്റീസിന് ഒറ്റ വാക്കുള്ള സൈലന്റ് കില്ലർ. എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ഞാൻ അറിയണമെങ്കിൽ ഞാൻ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം. എനിക്ക് ഷുഗർ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ഒരു വ്യക്തിക്ക് ഫീവർ ഉണ്ടെങ്കിൽ നമുക്കറിയാം 2 ഡിഗ്രി പനി കൂടി ഡോക്ടറെ, സ്കിന്നിനൊരു മാർക്കുണ്ട്, വെള്ളപ്പാണ്ട്. എല്ലാവരും പറയാൻ എൻ്റെ സ്കിന്നിൽ ഒരു വെള്ളപ്പാണ്ടുണ്ടല്ലോ, വായിക്ക് സ്മെല്ലുണ്ട്, ഒരു കൊളീഗ് പറയുന്നതിൻ്റെ ബാഡ് സ്മെല്ലിങ് മൗത്ത് ആകുന്നില്ല. പക്ഷേ ഷുഗർ ഉണ്ട് ഒരു വ്യക്തി അറിയത്തില്ല. നമ്മൾ തന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹാർട്ട് അറ്റാക്കോ കിഡ്നി ഫെയിലറോ സെക്ഷൽ ഡിസ്ഫങ്ഷനോ വരുമ്പോഴാണ്. കേൾക്കുന്ന എല്ലാ പ്രമേയ രോഗിയും ടൈപ്പ് 1 ആണെങ്കിൽ ഇൻസുലിൻ എടുക്കുക, ടൈപ്പ് 2 ആണെങ്കിൽ ഫസ്റ്റ് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് ലോസ്. കിഡ്നി വഴി പോകാത്ത മെറ്റ്ഫോമിൻ അല്ലെങ്കിൽ ഗ്ലിപ്റ്റിൻ, SGLT2, സൾഫണൈലൂറിയ, ഒരു പരിധിവരെ പയോഗ്ലിറ്റസോൾ, 3 മുതൽ 4 മരുന്ന് കഴിച്ചിട്ടും 10 വർഷം കഴിഞ്ഞ് കൺട്രോൾ കിട്ടിയില്ലെങ്കിൽ ഇൻസുലിൻ ആഡ് ചെയ്യുക. പക്ഷേ ഏത് കാലാവസ്ഥയിലും HbA1c 6.5 താഴെ വെക്കുക. ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നുകൾ അതാണ് ലൊസാട്ടൻ, ടെൽമിസാട്ടൻ, ഓൾമിസാട്ടൻ, അസിൽസാട്ടൻ, സാട്ടൻ ഗ്രൂപ്പുകൾ. പണ്ടത്തെ നിക്കാഡിയ, പ്രാസോപ്രസോ ആ ഗ്രൂപ്പിൽ സാട്ടൻ ഗ്രൂപ്പുകൾ വെച്ച് BPക്കൊപ്പം കിഡ്നിയെ കൂടെ പ്രൊട്ടക്ട് ചെയ്യുക. ആൻഡ് കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ ഒന്നേ ഉള്ളൂ. അതിൻ്റെ പേരാണ് സ്റ്റാറ്റിൻ, അറ്റോറോസ്റ്റാറ്റിൻ, റോസുവസ്റ്റാറ്റിൻ, സിംവസ്റ്റാറ്റിൻ, പിറ്റാവസ്റ്റാറ്റിൻ. ഏതിന് സ്റ്റാറ്റിൻ 10 അല്ലെങ്കിൽ 20 മുതൽ 40 വരെ കഴിച്ച് ചീത്ത കൊളസ്ട്രോൾ 70 താക്കുക. സോ HbA1c 6.5, BP 130/80, LDL 70. വർഷത്തിലൊരിക്കൽ പോയി കണ്ണ് ചെക്ക് ചെയ്യുക, പാദം മുഖം പോലെ സംരക്ഷിക്കുക, ന്യൂറോപ്പതി നോക്കുക. കിഡ്നിക്ക് കുഴപ്പമുണ്ടോ, ക്രിയാറ്റിനിൻ, യൂറിൻ, മൈക്രോ ആൽബുമിൻ. ലിവർ ഫംഗ്ഷൻ്റെ പേരാണ് SGOT, STP. അതിനാണ് ഫാറ്റി ലിവർ വരുന്നത്. ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ പെയിൻ ഇല്ല. തലേദിവസം വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി രാവിലെ എണീക്കുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തി 2ാം തല ഓടിക്കയറുമ്പോൾ അറ്റാക്ക് വന്ന് വീഴുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ പ്രാവശ്യം നമ്മൾ മാസ്ക് ഓടിക്കുന്നത് KSRTC ഡ്രൈവർ ഹൃദയാഘാതം കൊണ്ട് ഓടിച്ചു വന്ന് മൂവാറ്റുപുഴ വണ്ടി ഇടിച്ച് നിർത്തിയ, തൊടുപുഴ ഇടിച്ച് നിർത്തി. അപ്പോൾ അവൻ ലോങ് ട്രിപ്പ് ഓടിച്ചിട്ട് വരുന്നു, പക്ഷേ അറ്റാക്ക് അറിയുന്നില്ല. അറ്റാക്ക് വരുമ്പോൾ സൈലന്റ് ആയതുകൊണ്ട് അതറിയുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ട്രെഡ്മിൽ ടെസ്റ്റ്. ഇപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ എല്ലാവരും ട്രെഡ്മിൽ വർക്കൗട്ട് ചെയ്യുന്നു. ഏത് 3 സ്റ്റാറോ 5 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ പോയാൽ അതിൻ്റെ കൂടെ ട്രെഡ്മിൽ മെഷീനോട് നമ്മളെല്ലാം ഓടുന്നു. പക്ഷേ TMT ടെസ്റ്റ് 25-30 മിനിറ്റ് ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഫങ്ഷണൽ കപ്പാസിറ്റി അറിയാം. സോ കണ്ണ് റെറ്റിനോപ്പതി, പാദം ന്യൂറോപ്പതി, കിഡ്നി ക്രിയാറ്റിൻ, യൂറിൻ ആൽബുമിൻ, LFT, ഹാർട്ടിൻ്റെ ചെക്കപ്പിന് പേരാണ് ട്രെഡ്മിൽ. പിന്നെ വർഷത്തിലൊരിക്കൽ ഇപ്പോൾ എല്ലാവരും വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുക. സോ ഫാറ്റി ലിവർ അറിയാം, പാൻക്രിയാസ് അറിയാം, കിഡ്നി അറിയാം, സ്ത്രീകളുടെ യൂട്രസ്, ഓവറി, ആണുങ്ങളുടെ പ്രോസ്റ്റേറ്റ് അറിയാം. പിന്നെ സൂര്യപ്രകാശത്തിന് കിട്ടുന്ന വൈറ്റമിൻ്റെ പേരാണ് വൈറ്റമിൻ D. വൈറ്റമിൻ ഡിയും പാൻക്രിയാസിന് ഇൻസുലിനും മസിൽ പവറും ഇൻസുലിൻ്റെ ഉൽപ്പാദനമായിട്ട് ബന്ധമുണ്ട്. സോ വൈറ്റമിൻ D ചെക്ക് ചെയ്യുക, യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുക. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ അവർക്ക് അർബുദത്തിനും ചാൻസ് കൂടുതൽ. ബ്രസ്റ്റിൻ്റെ മാമോഗ്രഫി നോക്കുക. 40 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ പ്രോസ്റ്റേറ്റ് ചെക്ക് ചെയ്യുക. ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ പണ്ട് പറഞ്ഞു ഇച്ചിരി പോരെ ഷുഗർ ഉണ്ട്, ഇച്ചിരി ഷുഗർ മതി. അതാണ് ഡയബറ്റിസ്. ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ ഡയബറ്റിസ് ക്യാൻ കോസ് എനിത്തിങ് ഇൻ യുവർ ബോഡി
ബോഡി അതൻ പ്രഗ്നൻസി. ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുന്ന വെച്ച് തലമുടി പൊഴിയുന്ന തൊട്ട് പല്ലിൻ്റെ ഇൻഫെക്ഷൻ തൊട്ട് ഹാർട്ട് അറ്റാക്ക് തൊട്ട് കിഡ്നി ഫെയിലിയർ തൊട്ട് ഞരമ്പിൻ്റെ അസുഖം തൊട്ട് കാല് മുറിച്ച് കളയുന്നത് വരെ എന്ത് അസുഖം ഉണ്ടാക്കാൻ ഒറ്റ അസുഖം മതി, അതിൻ്റെ പേരാണ് ഡയബറ്റിസ്. പക്ഷേ ഷുഗർ അല്ല നമ്മളെ കില്ല് ചെയ്യുന്നത്. 650 ഷുഗർ ഉണ്ടെങ്കിലും ദാഹിക്കാൻ, പെടുക്കാൻ, യൂറിനേറ്റ് ചെയ്യാം. ഷുഗറിനൊപ്പമുള്ള ബിപിയും കൊളസ്ട്രോളും അമിതവണ്ണവും ചേർന്ന് ഹാർട്ട് അറ്റാക്കും കിഡ്നി ഫെയിലിയർ സ്ട്രോക്കും ഉണ്ടാക്കിയാണ് ഡയബറ്റിക് പേഷ്യൻ്റ് മരണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഡയബറ്റിക്കിൻ്റെ ചെക്കിന് ഹോൾ ബോഡി ചെക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം നല്ല ഹോസ്പിറ്റൽസ് ചെന്ന് വർഷത്തിലൊരിക്കൽ ഒരു പാക്കേജ് ചെയ്ത് അതിൻ്റെ HbA1c, കൊളസ്ട്രോൾ, റെറ്റിനോപ്പതി, ന്യൂറോ, TMT എല്ലാം ചെയ്യും. വർഷത്തിലൊരിക്കൽ ആനുവൽ ചെക്കപ്പ് ചെയ്തിട്ട് 3 മാസം കൂടുമ്പോൾ HbA1c, 6 മാസം കൂടുമ്പോൾ കൊളസ്ട്രോളും ലിവറും കിഡ്നിയും ചെയ്ത് ആ ഫങ്ഷണൽ കപ്പാസിറ്റി നോർമലായിട്ട് 10-20 വർഷം കഴിഞ്ഞാലും ഒരു വ്യക്തിക്ക് ഇന്നലെ ഡയബറ്റീസ് ഒന്നും ജീവിക്കാൻ പറ്റും. പക്ഷേ ഈ 3 വാല്യൂ HbA1c, BP, കൊളസ്ട്രോൾ നോർമലായിരിക്കുക 25-40 വർഷം കഴിഞ്ഞാലും നോർമലായിട്ട് ജീവിക്കാം. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ ഒരു അസുഖം പണ്ട് നമ്മൾ ആൽക്കഹോളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരുന്നത്. മദ്യപിക്കുന്നവരിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ റീസെൻറ്റ് സ്റ്റഡീസ് പറയുന്നു ഡയബറ്റിസ് ഉള്ളവർക്കും ഷുഗർ ഉള്ള ആൾക്കാർക്കും ഫാറ്റി ലിവർ വരാം, അതുമൂലം സ്ട്രോക്ക് വരാം എന്നും. എത്രത്തോളമാണ് ഡയബറ്റിസും ഫാറ്റി ലിവറും തമ്മിലുള്ള കണക്ഷൻ? ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ലിവറിൽ കൊഴുപ്പടിയുന്നതിൻ്റെ പേരാണ് ഫാറ്റ് ലിവർ. അപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മൾ ഫാറ്റ് ലിവർ ഒരു വ്യക്തി കൊണ്ട് ഉടനെ ചോദിക്കുന്നത് മദ്യപിക്കുമെന്ന് ചോദിക്കും. ഇപ്പം നമുക്കറിയാം മദ്യപിച്ചാൽ ഫാറ്റ് ലിവർ വരാം, മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും ഫാറ്റ് ലിവർ വരാം. പക്ഷേ 80% ഫാറ്റ് ലിവർ ഉള്ള സ്ത്രീകൾക്കാണെങ്കിലും പുരുഷനാണെങ്കിലും മദ്യപാനം കൊണ്ടോ ഹെപ്പറ്റൈറ്റിസ് B, C അല്ലെ അയൺ കൂടുന്നുള്ള ഹീമോക്രോമറ്റോസ് കൊണ്ട് വണ്ണമല്ല. ഇവർക്ക് അമിത വണ്ണം കൂടുന്ന കാരണം ലിവറിനകത്ത് ട്രൈഗ്ലിസറൈഡും ഫാറ്റി ആസിഡ് അറിയുന്നതാണ് ഫാറ്റ് ലിവർ വരുന്നത്. സോ ഒരു വ്യക്തിക്ക് അൾട്രാസൗണ്ട് വരും, ഒരു പെൺകുട്ടി മാസമുറ തെറ്റുന്നു, അല്ലെങ്കിൽ ഗർഭിണിയാവുന്നു, വയറിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാണിന് കിഡ്നി സ്റ്റോൺ വരുന്നു, വയറിൻ്റെ സ്കാൻ ചെയ്യുന്നു, ഡോക്ടർ ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറയുന്നു. ആ വ്യക്തി പറഞ്ഞു ഡോക്ടറെ മദ്യപിക്കത്തേ ഇല്ല. മഞ്ഞപ്പിത്തത്തിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഹെപ്പറ്റൈറ്റിസ് B, C, ഫെറിറ്റിൻ ചെക്ക് ചെയ്യുന്നു, മഞ്ഞപ്പിത്തേ വന്നിട്ടില്ല. എന്നിട്ടും ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവൻ്റെ ഷുഗറോ കൊളസ്ട്രോളോ ചെക്ക് ചെയ്യുക. എന്നിട്ട് വ്യായാമം ചെയ്ത് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ HbA1c നോർമലാക്കുക. വ്യായാമം ചെയ്തിട്ട് HbA1cയുടെ ഒപ്പം തന്നെ ചീത്ത കൊളസ്ട്രോൾ LDL 70, ട്രൈഗ്ലിസറൈഡ് 150 താഴെയാക്കുക. അപ്പം ഡയബറ്റീസിൻ്റെ ഒപ്പം ഫാറ്റ് ലിവറിനുള്ള മരുന്നുകൾ എന്താ? ഫസ്റ്റ് ഡയറ്റ്, എക്സസൈസ്, വെയിറ്റ് കുറച്ചാൽ 31% പേർക്ക് ഫാറ്റ് ലിവർ കുറയും. ഡയബറ്റീസ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ മെറ്റ്ഫോമിൻ. 8 വയസ്സോട്ട് ഡയബറ്റീസ് ഉള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ അപ്രൂവൽ കിട്ടിയ മരുന്നാണ് 8 വയസ്സോട്ട് മെറ്റ്ഫോമിൻ. ആ മെറ്റ്ഫോമിൻ കഴിച്ചാലും 58% വരെ ഫാറ്റ് ലിവർ കുറയും. ഡയബറ്റീസിന് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ മരുന്ന് പയോഗ്ലിറ്റസോൺ, അതാണ് ആക്ടോസ്. അത് ഉപയോഗിച്ചാലും 75% പേർക്ക് ഫാറ്റ് ലിവർ കുറയും. ഡയബറ്റീസിനൊപ്പം കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻ്റെ ഗുളിക, വൈറ്റമിൻ ഇയുടെ ഗുളികയൊക്കെ 20% ഫാറ്റ് ലിവർ കുറയും. ഈ ഫാറ്റ് ലിവർ ഉള്ളവരെല്ലാം ലിവർ ഡിസീസ് വന്നല്ല മരിക്കുന്നത്. ഫാറ്റ് ലിവർ ഉള്ളതിൽ 20% പേരെ ലിവറിന് ഫെയിലിയറോ അല്ലെ ലിവർ ക്യാൻസറോ വന്ന് മരിക്കുന്നുള്ളൂ. 80% പേരും ഹാർട്ട് അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്. അപ്പോൾ ഫാറ്റ് ലിവർ ഒരു ഇൻഡിക്കേറ്ററാണ്. 35 വയസ്സൊരു ചെറുപ്പക്കാരൻ ബിയർ അടിക്കുന്നു, വണ്ണമുണ്ട്, പുകവലിയുണ്ട്, ഫാറ്റ് ലിവർ ഉണ്ട്, ഉടനെ അവൻ ലിവർ ക്യാൻസർ വന്ന് 5 വർഷം കൊണ്ട് മരിക്കത്തില്ല. പക്ഷേ 5 വർഷത്തിനുള്ളിൽ 50% പേരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാം. ലിവറിൽ കൊഴുപ്പടിയുന്ന കൂടെ തന്നെ അവൻ്റെ ഹൃദയത്തിലും തലച്ചോറിലെ കരോട്ടിഡ് ആർട്ടറിയിലും കൊഴുപ്പടിയാം. ഇത് ഫലമായി ഹാർട്ട് അറ്റാക്കിൻ്റെ ഫസ്റ്റ് മുന്നോടിയായിട്ട് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഫാറ്റ് ലിവർ കണക്കാക്കപ്പെടുന്നത്. ഫാറ്റി ലിവർ പോലെ തന്നെ നമ്മൾ പറയപ്പെടുന്നതാണ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡും ഡയബറ്റിസും തമ്മിലുള്ള ബന്ധം. ഡയബറ്റിസ് കൂടുതലായിട്ടുള്ളവർക്ക് ഹോർമോണിന്റെ വ്യതിയാനം മൂലം യൂറിക് ആസിഡിന്റെ അക്യുമുലേഷനും കൂടുന്നു എന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? പണ്ട് നമ്മൾ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞ ഉടനെ സന്ധിവേദന, കിഡ്നി സ്റ്റോൺ വന്ന യൂറിക് ആസിഡ്, ജോയിന്റ് പെയിൻ, ഗൗട്ടി ആർത്തറിസ് വന്ന യൂറിക് ആസിഡ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം യൂറിക് ആസിഡ് പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ പ്രൊഡക്റ്റാണ്. ഒരാണിന് യൂറിക് ആസിഡ് 6.5 കൂടിയാലും പെണ്ണിന് യൂറിക് ആസിഡ് 6 കൂടിയാലും ഹൈപ്പർ യൂറീസീമിയ. പക്ഷേ 100 പേർക്ക് യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ 100-ൽ 2 പേർക്കേ ഗൗട്ടുള്ളൂ. ബാക്കി 98% പേർക്ക് യൂറിക് ആസിഡ് ലക്ഷണങ്ങളില്ല. ഈ യൂറിക് ആസിഡ് തന്നെ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ, ഹാർട്ടിലെ എൻഡോത്തിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും, BP ഉണ്ടാക്കാം, കിഡ്നി ഫെയിലർ വരെ ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പണ്ട് ഗൗട്ട് ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് ട്രീറ്റ് ചെയ്യും. ഇപ്പോൾ യൂറിക് ആസിഡ് 6.5 കൂടുന്നു, അമിതവണ്ണം ഉണ്ട്, എക്സസൈസ് ചെയ്യുന്നു, തൈറോയ്ഡ് ഉണ്ട്, അത് നോർമലാക്കുന്നു, മദ്യപിക്കുന്നു, എസ്പെഷ്യലി വൈനും ബിയറും കഴിക്കുന്നു, അത് നിർത്തുന്നു, നോൺ വെജ് കുറയ്ക്കുന്നു. എന്നിട്ട് യൂറിക് ആസിഡ് കുറയുന്നില്ലെങ്കിൽ, ജോയിന്റ് പെയിനോ കിഡ്നി സ്റ്റോണോ ഇല്ലെങ്കിൽ പോലും യൂറിക് ആസിഡ് കുറയ്ക്കുന്ന മരുന്നിൻ്റെ പുതിയ പേരാണ് ഫെബുക്സോസ്റ്റാറ്റ്. അതിന് യുബെക്സ, ഫെബൂക്കൻ, അത് 40 അല്ലെങ്കിൽ 80 മില്ലിഗ്രാം, ഒരു പരിധി വരെ പഴയ സൈലോറിക്ക് 300 മില്ലിഗ്രാം എടുക്കാം. അപ്പം നമ്മുടെ പഴയ ചിന്താഗതി യൂറിക് ആസിഡ് ട്രീറ്റ് ചെയ്യുന്ന സന്ധിവേദനയ്ക്കോ സ്റ്റോണിനോ, സന്ധിവേദനയോ സ്റ്റോണോ ഇല്ലെങ്കിൽ പോലും ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, BP, കിഡ്നി ഫെയിലിയർ ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ യൂറിക് ആസിഡ് സഹായിക്കും. പണ്ടത്തെ കൺസെപ്റ്റ് ഫാറ്റ് ലിവർ മദ്യപിച്ചാൽ ഫാറ്റ് ലിവർ 20% പേർക്കുള്ളൂ, 80% ഫാറ്റ് ലിവർ ഉള്ളവർക്ക് മദ്യപാനമില്ല. ഇവർക്ക് ഫാറ്റ് ലിവറിനുള്ള ഡയറ്റും എക്സസൈസും വെയിറ്റും ഷുഗറിനുള്ള മെറ്റ്ഫോമിനോ കൊളസ്ട്രോളിനുള്ള സ്റ്റാറ്റിനോ കഴിച്ചാൽ ഫാറ്റ് ലിവറിനൊപ്പം ഹാർട്ട് അറ്റാക്കും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ഇപ്പോൾ വെയിറ്റിൻ്റെയും ഒബീസിറ്റിയുടെയും മെറ്റബോളിക് സിൻഡ്രോമിൻ്റെയും ഡയബറ്റീസിൻ്റെയും മാർക്കറാണ് ഫാറ്റ് ലിവറും യൂറിക് ആസിഡും.
ഡയബറ്റിസ് ഉള്ള പല പേഷ്യൻസിനും കാലക്രമേണ അല്ലെങ്കിൽ ഒരു ശതമാനം പേഷ്യൻസിനെങ്കിലും കാലക്രമേണ തൈറോയിഡ് വരുന്നതായി കാണപ്പെടാറുണ്ട്. അല്ലെങ്കിൽ തിരിച്ചും തൈറോയിഡ് ഉള്ള പേഷ്യൻസിന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഡയബറ്റിസ് വരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് സർ ഇങ്ങനെ? തൈറോയ്ഡ് ക്യാൻസറിനുള്ള അമിതമായ ചാൻസ് ഇല്ല. ഡയബറ്റിസും തൈറോയിഡും ഞാൻ പറഞ്ഞു മോസ്റ്റ് കോമൺ ഹോർമോൺ ഡിസോർഡർ ഓൺ എർത്ത് ഈസ് ഡയബറ്റിസ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ തൈറോയിഡ്. അപ്പം നമുക്കറിയാം 20-60 വയസ്സിനിടയ്ക്കുള്ളിൽ 10-3 പേർക്ക് ഡയബറ്റിസോ ആരംഭദശയിലുള്ള പ്രീ ഡയബറ്റിസോ ഉണ്ട്. 20-60 വയസ്സിനിടയ്ക്കുള്ളിൽ 10 ഒരാൾക്ക് ഹൈപ്പോയോ ഹൈപ്പറോ ഗോയിറ്ററോ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യും. ഡയറക്റ്റ് ലിങ്ക് തൈറോയിഡിനും ഡയബറ്റിസിനുള്ളത് ടൈപ്പ് 1 ഡയബറ്റിസിന്, അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ളതിൽ 10-3 പേർക്ക് വരെ തൈറോയിഡ് അസുഖങ്ങൾ കാണാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയബറ്റിസ് ഉള്ള എല്ലാ വ്യക്തികളിലും 3 വർഷത്തിലൊരിക്കൽ TSH ചെക്ക് ചെയ്യണം. ഞാൻ മുമ്പേ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ TSH 10 കൂടുതൽ അതിൻ്റെ പേരാണ് ഹൈപ്പോതൈറോയിഡിസം. 4.5 - 10 ഇടയ്ക്കല്ല അതിൻ്റെ പേരാണ് സബ് ക്ലിനിക്കൽ ഹൈപ്പോ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം 4.5 കൂടുതൽ തൈറോയിഡ് കണ്ട അപ്പോഴൊരു ഫിസിഷ്യനോ GPയോ ഗൈനക്കോളജിസ്റ്റോ തൈറോയിഡിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇതൊരു 3-6 മാസം കഴിച്ചിട്ടാണ് പേഷ്യൻ്റ് എൻഡോക്രിനോളജിസ്റ്റ് വന്ന് ചോദിക്കുന്നത്, ഡോക്ടറെ മരുന്ന് ഇനിയും തുടർന്ന് കഴിക്കണോ, ഞാൻ പ്രസവ സമയത്ത് ഈ മരുന്ന് കഴിക്കണോ, എൻ്റെ കുട്ടികൾക്ക് ഇത് വരുമോ, ഞാൻ കപ്പയോ ക്യാബേജോ കോളിഫ്ലവറോ ഇന്ദുപ്പോ കല്ലുപ്പോ ബ്രക്കോളി ടർണിപ്പ് ഇതെന്തെങ്കിലും കഴിച്ച തൈറോയിഡ് ബന്ധമുണ്ടോ? ഇപ്പം നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്ന ഫുഡും തൈറോയിഡ് യാതൊരു ബന്ധവുമില്ല. കാരണം 1984 ശേഷം നമ്മളെല്ലാം അയഡൈസ് സോൾട്ടാണ് കഴിക്കുന്നത്, പഴയ കല്ലുപ്പല്ല. അപ്പോൾ അയഡൈസേഷൻ വന്നേ പിന്നെ കപ്പയും ക്യാബേജും കോളിഫ്ലവറും ഇന്ദുപ്പും കല്ലുപ്പും ഗോയിറ്ററുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ തൈറോയിഡ് അസുഖം ഉണ്ടാക്കുന്ന ആൻറ്റിബോഡീസ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി, ഇത് സ്ത്രീകൾക്കാണ് വരാൻ ചാൻസ് കൂടുതൽ. അതാണ് ഒരേ ഫുഡ് കഴിക്കുന്ന ഒരാണും പെണ്ണും വീട്ടിലുണ്ടെങ്കിലും പെണ്ണിന് പ്രസവ സമയത്തോ പെൺകുട്ടിക്ക് മെൻസസ് വരുന്ന സമയത്തോ തൈറോയിഡ് വരുന്നു. ആണുങ്ങൾക്ക് തൈറോയിഡ് 100 ഒരാൾക്കുള്ളൂ, പെണ്ണുങ്ങൾക്ക് 10 ഒരാൾക്കുണ്ട്. സോ തൈറോയിഡ് അസുഖം ഉള്ളതിന് മരുന്ന് കഴിക്കുന്നവർ ഫസ്റ്റ് നോക്കേണ്ടത് എന്തുകൊണ്ട് തൈറോയിഡ് വന്നു, ഇത് ലൈഫ് ലോങ് കഴിക്കണോ വേണ്ടയോ. അതറിയുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ആൻറ്റിബോഡി. ആൻറ്റിബോഡി പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പേരാണ് ഹഷിമോട്ടോ. അങ്ങനെയുള്ള ഒരു ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. അവരുടെ മക്കളുണ്ടെങ്കിലും സഹോദരനുണ്ടെങ്കിലും പിന്നെ അച്ഛനും അമ്മയ്ക്കും പ്രായം ഉണ്ടെങ്കിൽ പോലും അവരുടെയും കൂടെ തൈറോയിഡ് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കണം. സർ, നമ്മൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഷുഗറിനെ കുറിച്ച് നമ്മൾ ഇതിനധികം പല എപ്പിസോഡുകളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, GDM. എന്നാൽ പ്രഗ്നൻസിയിൽ തൈറോയിഡ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഷുഗറും തൈറോയിഡും ഉണ്ടാകാൻ ഏകദേശം സെയിം സാധ്യതകളാണ് ഉള്ളത് എന്ന് സർ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അതിനെ നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എപ്പോഴും പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ പ്രഗ്നൻസി ഇപ്പോൾ പണ്ടത്തെ പോലെ ഹാപ്പൻ ചെയ്യുമല്ല. ഇപ്പോൾ പ്രഗ്നൻസി ഈസ് ഓൾവേസ് പ്ലാൻ. പണ്ട് പറയും കല്യാണം കഴിച്ചു 3 മാസം കൊണ്ട് ഗർഭിണിയായി. ഇപ്പം നമുക്കറിയാം കല്യാണം കഴിച്ച് 3-4 വർഷം കഴിഞ്ഞാണ് പ്രസവത്തിൽ പോകുന്നത്. 15% ആൾക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. കല്യാണം കഴിച്ചാൽ 10-ൽ 2 പേർക്ക് വരെ IVFോ ICSIയോ ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത കുട്ടികളാവുന്നില്ല. സോ പ്രഗ്നൻസിക്ക് മുമ്പ് ഒരു ആണിൻ്റെ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ആണിൻ്റെ കൗണ്ട് ചെക്ക് ചെയ്യുന്ന പോലെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഒരു സ്ത്രീ അവർക്ക് ഷുഗർ ഉണ്ടോ എന്നറിയാൻ HbA1c TSHും ഒരു പരിധിവരെ വൈറ്റമിൻ ഡിയും ചെക്ക് ചെയ്യണം. കാരണം ഫസ്റ്റ് 12 ആഴ്ച വരെ അമ്മയുടെ തൈറോയിഡ്, അമ്മയുടെ നോർമൽ ഷുഗർ, അമ്മയുടെ നോർമൽ വൈറ്റമിൻ ഡി, ഫോളിക് ആസിഡ് ഇതെല്ലാം കൊച്ചിൻ്റെ ബുദ്ധി വിളച്ചയ്ക്കും ഹാർട്ടിൻ്റെയും കിഡ്നിയുടെയും ഡെവലപ്മെൻറ്റിന് വേണം. നമ്മുടെ പല ആൾക്കാർ ഷുഗർ ഉണ്ടെന്ന് അറിയുന്ന 5-ാം മാസവും തൈറോയിഡ് ചികിത്സിക്കാൻ പോകുന്ന 6-ാം മാസവും കൊച്ചിൻ്റെ ഹാർട്ടും കിഡ്നിയെല്ലാം ഫോം ചെയ്യുന്ന ശേഷമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ 3 ടെസ്റ്റുകൾ. പ്രഗ്നൻസിക്ക് മുമ്പ് എല്ലാ ലേഡിയും HbA1c നോക്കുക. 6 കൂടുതലാണെങ്കിൽ മെറ്റ്ഫോമിനോ ഇൻസുലിനോ ഡയറ്റോ ചെയ്ത് ഷുഗർ നോർമലാക്കുക. പ്രഗ്നൻസിക്ക് മുമ്പ് എല്ലാ ലേഡീസും TSH നോക്കുക. TSH 4 കൂടുതലാണെങ്കിൽ പ്രഗ്നൻസിയിൽ മരുന്ന് കഴിച്ച് പ്രഗ്നൻസിയിലെ TSH 2.5 താഴെയാക്കുക. പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടോ എന്ന് അറിയുന്നത് ആക്ച്വലി ഗ്ലൂക്കോസ് കഴിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നോർമൽ ഒരു വ്യക്തിയുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 താഴ്ന്നാൽ മതി, പ്രസവത്തിൽ 90 താഴണം. നോർമൽ ഒരു വ്യക്തിക്ക് ഭക്ഷണത്തിന് ശേഷം 140 താഴ്ന്നാൽ മതി, പ്രഗ്നൻസിയിൽ 126 താഴണം. അപ്പോൾ പ്രഗ്നൻസിയിൽ ഈ ടൈറ്റ് കട്ട് ഓഫ് അല്ല, കുട്ടികളുടെ IQയും ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. അപ്പോൾ ഓൾവേസ് മനസ്സിലാക്കുക, പ്രഗ്നൻസി ഈസ് ഓൾവേസ് പ്ലാൻ. ഗർഭിണിയായിട്ട് 3-ാമത്തെ 4-ാമത്തെ ദിവസം കൊച്ചിന് ഷുഗർ ഉണ്ട് ഡോക്ടറെ, കൊച്ചിന് തൈറോയിഡ് ഉണ്ട്, പ്രസവം കണ്ടിന്യൂ ആവും, വൈറ്റമിൻ ഡി കുറവുണ്ട്, ഫോളിക് ആസിഡ്, ആ കംപ്ലയിൻസ് കൊണ്ട് വരരുത്. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്പർ ഓഫ് കുട്ടികളല്ല ഇമ്പോർട്ടൻറ്റ്. പണ്ട് 10-15 പിള്ളേരുണ്ട്, ഇപ്പോൾ 1-2 കുട്ടി. പക്ഷേ ബുദ്ധിയുള്ളൊരു കുട്ടി വേണം. ഓട്ടിസം ഉള്ളതോ ഡൗൺ സിൻഡ്രോം ഉള്ളതോ IQ ഇല്ലാത്തൊരു കുഞ്ഞ് കുടുംബത്തിൽ പിറന്നാൽ 3 കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കുട്ടി മതി. ഫുൾ ലൈഫ് റിസോഴ്സസും ബ്രെയിനും എനർജി എല്ലാ കുട്ടിക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. അതിലും നല്ലത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴേ അമ്മയുടെ തൈറോയിഡും ഷുഗറും വൈറ്റമിൻ ഡിയും ഫോളിക് ആസിഡും PCOD ഉണ്ടെങ്കിൽ അത് നോർമലാക്കി കുഞ്ഞിൻ്റെ ഹെൽത്തും അമ്മയുടെ ഹെൽത്തും ഒരുപോലെ പരിപാലിക്കുന്ന. പുരുഷ ലൈംഗികത അഥവാ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ ഡിഫോർമാലിറ്റീസ് ഡയബറ്റീസിലേക്ക് നയിക്കുന്നു. അല്ലെങ്കിൽ കാലഘട്ടമായി പാരമ്പര്യമായി ഷുഗറുള്ള ആൾക്കാരിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴും മനസ്സിലാക്കേണ്ട 50% ഡയബറ്റീസ് ആൾക്കാർക്കും ഡയബറ്റീസ് വന്ന് 10 മുതൽ 15 വർഷം കഴിഞ്ഞാൽ ഉദാഹരണക്കുറവുണ്ട്. 15 ഇയേഴ്സ് കഴിഞ്ഞാൽ തിരിച്ച് 50% ഉദാഹരണക്കുറവർക്ക് നോക്കി അവർക്ക് ഡയബറ്റീസോ ആരംഭദശയിലുള്ള പ്രീ ഡയബറ്റീസോ ഉണ്ട്. സെക്സും നോർമൽ പോലെ, ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, കിഡ്നി ഫെയിലർ വന്നു, കിഡ്നി സ്റ്റോൺ ട്രീറ്റ് ചെയ്യുന്നു, കണ്ണിന് തിമിരം ട്രീറ്റ് ചെയ്യുന്നു. അതുപോലെ ലൈംഗിക ഉദാഹരണക്കുറവുണ്ടോ കറക്റ്റ് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ യൂറോളജിസ്റ്റിനെ കണ്ട് ഡോക്ടർ എനിക്ക് പ്രമേഹമുണ്ട്, എന്തുകൊണ്ട് ഉദാഹരണം പോയി നോക്കുക. ഒരു വ്യക്തിക്ക് ഉദാഹരണം കുറഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ 5 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് പുരുഷ ഹോർമോൺ ചെക്ക് ചെയ്യും, അതിൻ്റെ പേരാണ് ടെസ്റ്റോസ്റ്ററോൺ. നമ്മുടെ ആൾക്കാർ വളരെ സദാചാരത്തിൻ്റെ ഏറ്റവും അതിർവരമ്പ് വെച്ചാണ് സെക്സിന് ട്രീറ്റ്മെൻറ്റ് വേണം. എന്തുകൊണ്ട് വേണ്ട? പലപ്പോഴും നമുക്കറിയാം നമ്മൾ ഈ പല കൊലപാതക പരമ്പരകൾ, കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു ഹോമോസെക്ഷുവാലിറ്റി, ട്രാൻസ്ജെൻഡർ, വീട്ടിൽ സംശയരോഗം, ഇതെല്ലാം നമ്മൾ കാണുന്നു. അല്ലെ പഠിച്ചിട്ട് പിള്ളേർ മറന്നു പോകുന്നു. ഇതെല്ലാം നമ്മൾ 2 സ്പെഷ്യാലിറ്റി
സ്പെഷ്യാലിറ്റിയെ കണ്ട ഇവിടുത്തെ പല ക്രിമിനൽ ചിന്തകളും പല കുടുംബ പ്രശ്നങ്ങളും നിർത്തും. ഒന്നൊരു സെക്സോളജിയും, രണ്ട് സൈക്കാട്രിയും. നമ്മൾ ഏതൊരു വ്യക്തിയെടുത്ത് വന്ന് അമിതമായിട്ട് കംപ്ലയിൻറ്റ് പറയുന്നു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നു, എടുത്ത് വയലാൻ പറയും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും മാനസിക അസുഖമില്ല, ഞങ്ങൾ മാനസികം കാണണ്ട. അല്ലെ ലൈംഗിക പ്രശ്നം ഒരു പുരുഷനോ സ്ത്രീക്കോ ഉണ്ട്, ഒരു ഡോക്ടറോ സെക്സിന് ഞങ്ങൾക്ക് ആരെയും കാണേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരു പെണ്ണിൻ്റെ സ്വഭാവം വഴിപ്പഴേ തെറ്റുന്നു, അല്ലെ ഹസ്ബൻഡ് മദ്യപിച്ചിട്ട് വരുന്നു, അമിതമായി സംശയിക്കുന്നു, പിള്ളേരെ വേണ്ട രീതിയിൽ നോക്കുന്നില്ല, പ്രോണോ മൂവി കാണുന്നു, ഒരു വൈഫിന് തോന്നി ഫസ്റ്റേ ഒരു ഹസ്ബൻഡിനെ കൊണ്ട് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അവൻ്റെ അമിതമായ സെക്സിനുള്ള ചിന്തകൾ, അല്ലെ മദ്യത്തിനുള്ള ചിന്തകൾ, അത് നമ്മുടെ ബ്രെയിനിൽ ബ്ലോക്ക് ആക്കുന്ന SSRI, ഫ്ലൂഓക്സിറ്റിൻ, പെരോക്സിറ്റിൻ, സെറ്റാലിൻ, അതെടുത്ത് അവിടെ തീർന്ന 3 മാസം കൊണ്ട് പോയി. ആക്സിഡൻ്റ് ഒക്കെ ചുമ്മാ എന്ന് നോക്കിയിട്ട് പോകും. അപ്പോൾ അവൻ്റെ ബ്രെയിനിൽ ഒരു ആക്സിഡൻറ്റോ ബ്ലഡ് കണ്ട യാതൊരു ഫീലിംഗും ഇല്ല, അവനൊരു കൊലപാതകം ചെയ്തിട്ട് ഒരു ഫീലിംഗും ഇല്ല. അവനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാൽ നോർമലാവും. ഡയബറ്റിസ് അഥവാ പ്രമേഹം എന്ന അസുഖങ്ങളെക്കുറിച്ച് പലതരം എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡയബറ്റിസും മറ്റുള്ള ഹോർമോൺ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളുമായി ഉള്ള ബന്ധം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്, എന്തൊക്കെ തരത്തിൽ നമ്മൾ മറ്റുള്ള ഹോർമോൺ ഇംബാലൻസുമായുള്ള അസുഖങ്ങളെ റിലേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. വളരെ ആവശ്യകതമായ ഒരു ടോപ്പിക്കായിരുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സർ.